ഹായ് കുട്ടീസ്, ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ആയാലോ? നമുക്കാദ്യം ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും വേണം കേട്ടോ. നമ്മൾ അതിന് മുമ്പായിട്ട് ഒരു കലത്തിൽ വെള്ളം വയ്ക്കാത്ത ആവശ്യത്തിന് നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ചോറ് നല്ല സ്മൂത്ത് ആവാനായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ഒരു 15 മിനിറ്റ് ചോറ് വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കുക. അപ്പോൾ നല്ല റൈസ് കിട്ടും കേട്ടോ. നമ്മൾ ആ നേരം കൊണ്ട് ക്യാപ്സിക്കും ക്യാരറ്റും സവാള വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത്രയും നമുക്ക് ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. നമ്മൾ കുറച്ച് നീളത്തിലൊക്കെ ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഒരു പാൻ വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ഇടാവുന്ന കേട്ടോ. ചിലവരൊന്ന് മൂത്ത് കഴിയുമ്പോഴായിരിക്കും ഇടുന്നത്, അല്ലാത്തവർക്ക് വേഗം തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത്. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വാട്ടണം കേട്ടോ. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി തളിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടുന്നതാണെങ്കിൽ വേഗമാവുന്നതായിരിക്കും, കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോൾ നമ്മൾ ചോറ് വേവിച്ച് വെച്ചേക്കുന്നതൊന്നും ഇതിലേക്ക് മിക്സ് ആക്കണം കേട്ടോ. ചോറ് അതിനൊപ്പം ഒരു പാകമായിട്ടുണ്ടാവണേ. അങ്ങനെ ചോറും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. ചോറ് കുറേശ്ശെ വേണം ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് ആക്കണം, അതുകൊണ്ട് മിക്സ് ചെയ്യരുത്, കാരണം അതിൻ്റെ പാകം ശരിയാവില്ല കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ മസാലയും കൂടി ഈ മസാലയും മാറ്റി ഇങ്ങനെ ചോറും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളത് ഒരുമിച്ചിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്ത് വേണം, ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് ആക്കിയിടാൻ വേണ്ടി നോക്കുക കേട്ടോ പരമാവധി. അല്ലെങ്കിൽ വെറുതെ റൈസ് കിടക്കുന്ന പോലെ ആവില്ലേ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടായിരുന്നു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എഗ്ഗ്, മുട്ട നമുക്കൊന്ന് ചിക്കി ചേർക്കണം. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളിവിടെ നിന്ന് 3 പേർക്ക് കഴിക്കാവുന്ന അത്രയുള്ള ഒരു ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കിയത്. നമ്മളൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 4 മുട്ട പോരാണ്ട് വന്നപ്പോൾ ഒരു മുട്ടയും കൂടി എക്സ്ട്രാ എടുത്തിട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് പാനൊന്ന് ചൂടായിട്ട് അതിലേക്ക് ഒരു 3 മുട്ടയിട്ട് നമുക്ക് ചിക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള മുട്ടയിട്ട് ചിക്കാം. മുട്ട കൂടുതലുള്ളവരാണെങ്കിൽ മുട്ട നല്ലോണം ഇട്ട് ചിക്കാവുന്നതായിരിക്കും കേട്ടോ. ഇട്ട് ചെറിയ തീരിട്ട് ചിക്കി നന്നായിട്ട് എടുക്കണം കേട്ടോ. കാരണം മുട്ട നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഒരു പച്ച മണക്കും. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് ചിക്കാവുന്ന കേട്ടോ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചിക്കി വരുന്നൊരു ചിക്കാട്ടോ. എന്താ നിങ്ങൾ ഓർത്തത് എന്താ ചിക്കാന്നൊക്കെ പറയുന്നതെന്ന്? കാരണം നമ്മളിവിടെ ചിക്കുക എന്നാട്ടോ പറയുന്നത്. മുട്ടയേക്ക അപ്പോൾ നമ്മളിത് ചുമ്മാ തോന്നി ഉണ്ടാക്കിയത് കേട്ടോ. പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാ ഒരു പെട്ടെന്ന് ബിരിയാണി വെച്ചതിൻ്റെ കുറച്ച് റൈസ് അരി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ചിക്കി ഇത്രയും ഇതേ ഒരു ഫ്ലെയിം ആയി കഴിയുമ്പോൾ നമുക്ക് റൈസിലേക്ക് ഇട്ട് ചിക്കാം കേട്ടോ. റൈസിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം താഴെയുള്ളത് മുകളിലേക്കും ഒക്കെ ആക്കി നന്നായിട്ട് ഫുള്ളാവുന്ന വരെ വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ആക്കിയത് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. നന്നായിട്ട് ആക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സോസ് വേണം. സോയാ സോസും നമ്മൾ ടൊമാറ്റോ സോസും എടുത്തേക്കുന്നത്. ചിലർക്ക് വേണമെങ്കിൽ പിസ്സ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിവിടെ സോയാ സോസ് ഇതായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ സോസ് കുറച്ച്, സോസ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. നമ്മൾ സോസ് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. 2 ടീസ്പൂണാണ് നമ്മളിവിടെ ഒഴിച്ചേക്കുന്നത് കേട്ടോ സോയാ സോസ്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് വരെ മിക്സ് ചെയ്യണം, കാരണം നമ്മൾ അല്ലെങ്കിൽ അത് മിക്സ് ആവത്തില്ലല്ലോ. പിന്നെ അത് നന്നായിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത് ടൊമാറ്റോ സോസ് ഒഴിക്കാം കേട്ടോ. ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തോ ആവാട്ടോ. നമ്മളത് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. അത് ഒരു 3-4 മിനിറ്റ് ഒരു മിക്സ് ചെയ്യണം. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അനിയത്തിയും കൂടി ഉണ്ടായി കേട്ടോ. ആ സോസ് വീണ്ടും മിക്സ് ചെയ്ത് അടിയിൽ മുകളിൽ താഴെയാക്കി കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് തീ ഓഫ് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ നന്നായിട്ടായി കഴിയുമ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വോയിസ് അധികം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈമിംഗ് ഉണ്ട്. പിന്നെ നന്നായിട്ടായി കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലാണ് ഫ്രൈഡ് റൈസിൽ കാര്യം ഇരിക്കുന്നത് കേട്ടോ. കാരണം അടിയിലുള്ള ഇതിൻ്റെ മസാലയും ഗ്രേവിയൊക്കെ മുകളിലോട്ട് ആക്കണമല്ലോ. മുകളിൽ ഒഴിച്ചേക്കുന്ന സോസിൻ്റെ ഇത് നമുക്ക് താഴോട്ട് ആക്കണമല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാവുന്ന കേട്ടോ. കുറച്ച് ഒരു ടീസ്പൂൺ, നമുക്ക് ആവശ്യത്തിന് എരിവാണ് ഇഷ്ടമെങ്കിൽ എരിവ് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. പക്ഷേ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുണ്ട്. അത് കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് റെസിപ്പി. അപ്പോൾ എല്ലാവരും തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.